അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് മുഹിബീങ്ങളെ വിശേഷം? റാഹത്തന്നല്ലേ? നമുക്ക് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു നല്ല മദ്ഹിലേക്ക് കടന്നിട്ട് തീർച്ചയായിട്ടും ഹിറാ ഗുഹയെ കുറിച്ചും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും തീർച്ചയായിട്ടും സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ആ മദ്ഹിന്റെ വരിയിലേക്ക് കടന്നു ചെല്ലാം. ജദ്ദൽ ഹുസൈനി ഗുണമണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള ഇഹപരനബിയം ഹബീബുള്ള ഇറയോന്റെ കനിയെ സ്വല്ലല്ലാഹ്. ഗുണമണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള ഇഹപരനബിയം ഹബീബുള്ള ഇറയോന്റെ കനിയെ സ്വല്ലല്ലാഹ്. മർഹബാ الحسيني مرحبا مرحبا نور محمد مرحبا 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 نور محمد مرحبا 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 ഗുണമണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള ഇഹപരനബിയം ഹബീബുള്ള ഇറയോന്റെ കനിയെ സ്വല്ലല്ലാഹ്. ഇസ്ലാമിക ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനമുള്ള പ്രദേശമാണ് ഹിറാ ഗുഹ. ഹിറാ ഗുഹയിൽ ധ്യാനത്തിലിരിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നില് അള്ളാഹുവിന്റെ മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ട് വായിക്കുക എന്ന് വായിച്ചു കേൾപ്പിച്ചു. അതായത് വായിച്ചു കേൾപ്പിച്ചു വിശുദ്ധ ഖുർആനിലെ ആ ഒരു ആയത്തുകള്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അവതരണത്തിന് തുടക്കം കുറിക്കപ്പെട്ട സ്ഥലം എന്ന നിലക്കാണ് ജബൽ നൂർ, അതായത് പ്രകാശത്തിന്റെ പർവ്വതം എന്ന് ഈ പർവ്വതത്തിന് പേര് ലഭിച്ചത്. ചിന്താശീലനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ ഒഴിവ് സമയം ഒറ്റയ്ക്ക് കഴിയാനായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തെക്കുറിച്ചും സഹജീവികളെ കുറിച്ചും ആധ്യാത്മിക കാര്യങ്ങളെ കുറിച്ചും സദാ ചിന്തിച്ചു കൊണ്ടിരുന്നു. അത്തരം അവസരങ്ങളിൽ മക്കൾക്ക് പുറത്തുള്ള ഹിറയിലെ ഒരു ഗുഹയിലാണ് അധിക സമയവും മുത്തുനബി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 761 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മക്കയിലെ വൻ മലകളിൽ ഒന്നാണിത്. അങ്ങനെ ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് 40-ാം വയസ്സിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രവാചകനായി മാറുന്നത്. ഗുഹയിൽ മുത്തുനബിയെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കുകളുടെ നേതാവായിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാം കാണാനെത്തുകയും അള്ളാഹുവിൽ നിന്നുള്ള ആ ഖുർആനിക വചനങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അവിടെ വെച്ച് ഒട്ടേറെ ഖുർആനിലെ വചനങ്ങള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്നും സ്വായത്തമാക്കുകയും ചെയ്തു. പതിമക്കത്തുതിത്തുള്ള മലരല്ലേ പരിശുദ്ധ കതിരൊളി ബദറല്ലേ പരിമള സുരഭില കാവല്ലേ പെരിയോന്റെ പുതുസിലെ മയിലല്ലേ. പതിമക്കത്തുതിത്തുള്ള മലരല്ലേ പരിശുദ്ധ കതിരൊളി ബദറല്ലേ പരിമള സുരഭില കാവല്ലേ പെരിയോന്റെ പുതുസിലെ മയിലല്ലേ. മർഹബാ യാ നൂറൈനി മർഹബാ യാ ജദ്ദൽ ഹുസൈനി മർഹബാ മർഹബാ നൂർ മുഹമ്മദ് മർഹബാ 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 നൂർ മുഹമ്മദ് മർഹബാ മർഹബാ മർഹബാ. ഗുണമണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള ഇഹപരനബിയം ഹബീബുള്ള ഇറയോന്റെ കനിയെ സ്വല്ലല്ലാഹ്. മക്കയിൽ നിന്നും 2 മൈൽ അകലെയുള്ള ജബലുന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹയാണ് ഹിറാ ഗുഹ. 4 മുഴം നീളവും 1.75 മുഴം വീതിയുമാണ് ഇതിനുള്ളത്. കഅബാലയത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെയുള്ള ഈ ഗുഹയിൽ വെച്ചാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി ദിവ്യബോധനം ലഭിച്ചത്. മാഷാ അല്ലാ, എത്ര ആളുകളാണല്ലേ ആ സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള ബറക്കത്തൊക്കെ സ്വന്തമാക്കുന്നത്. തീർച്ചയായിട്ടും അവിടെയൊക്കെ ആ ഹിറാ ഗുഹയിലൊക്കെ കസ്തൂരിയുടെ ഗന്ധം, നല്ല സുഗന്ധദ്രവ്യം
പരക്കുന്നതായിട്ട് അവിടെ പോയിട്ടുള്ളവരെല്ലാവരും അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഹിറ ഗുഹയില് നമ്മുടെ മക്കയിലൊക്കെ പോയിട്ട് അവിടെ സൗദി അറേബ്യയിലുള്ളവരൊക്കെ പ്രത്യേകിച്ച് തീർച്ചയായിട്ടും ഒരുപാട് തവണ അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഉംറ ഒക്കെ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും സൗദിയിൽ പോകുന്നവരൊക്കെ എന്തായാലും ആദ്യം പോകുന്നത് തീർച്ചയായിട്ടും മക്കയിലും മദീനയിലും ഒക്കെയാണ്. നിങ്ങളൊക്കെ ഹിറ ഗുഹയിൽ അതുപോലെ അവിടെയൊക്കെ പോയി ആ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക, നിങ്ങളുടെ അനുഭവങ്ങളും പങ്കുവെക്കുക. നമുക്ക് മദ്ഹിന്റെ അവസാനത്തെ ആ ഒരു വരിയിലേക്ക് കടന്നുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. മഹ്ശറയിൽ തനിയായോരേ മുറുവത്ത് പെരുത്തുള്ള നബിയോരേ ഫളിലത്തും ഫസഹത്തും മികച്ചോരേ ശഫാഅത്ത് കനിയും റസൂലോരേ മഹ്ശറയിൽ തനിയായോരേ മുറുവത്ത് പെരുത്തുള്ള നബിയോരേ ഫളിലത്തും ഫസഹത്തും മികച്ചോരേ ശഫാഅത്ത് കനിയും റസൂലോരേ മർഹബാ യാ നൂറൈനി മർഹബാ യാ ജദ്ദൽ ഹുസൈനി മർഹബ 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 മുഹമ്മദ് മർഹബ 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 നൂർ മുഹമ്മദ് മർഹബ 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 ഗുണമണിയായ റസൂലുള്ളാഹ് തണിപകരും ഗുരുനൂറുള്ളാഹ് ഇഹപര നബിയം ഹബീബുള്ളാഹ് ഇറയോന്റെ കനിയേ സല്ലല്ലാഹ് ഗുണമണിയായ റസൂലുള്ളാഹ് തണിപകരും ഗുരുനൂറുള്ളാഹ് ഇഹപര നബിയം ഹബീബുള്ളാഹ് ഇറയോന്റെ കനിയേ സല്ലല്ലാഹ് മർഹബാ യാ നൂറൈനി മർഹബാ യാ ജദ്ദൽ ഹുസൈനി മർഹബ മർഹബ നൂർ മുഹമ്മദ് മർഹബ 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 നൂർ മുഹമ്മദ് മർഹബ മർഹബ മർഹബ. ഈ ദുനിയാവിലുള്ള ഈ ഒരു താൽക്കാലിക ജീവിതമൊക്കെ കഴിഞ്ഞ് നമ്മൾ തീർച്ചയായിട്ടും ആഖിറത്തിലേക്ക് മരിച്ചു കഴിഞ്ഞ് നമ്മളൊക്കെ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവിടെ രക്ഷയും ശിക്ഷയും, അതായത് ഈ ഭൂമിയിൽ നന്മ ചെയ്തവർക്ക് വിജയവും, നമ്മൾ തീർച്ചയായിട്ടും തെറ്റുകളും അള്ളാഹു പറഞ്ഞതനുസരിക്കാതെ ജീവിച്ചവരാണെങ്കിൽ അതിന് നമ്മെ കാത്തിരിക്കുന്നത് ഭയാനകരമായിട്ടുള്ള നരകവും മറ്റ് ശിക്ഷയും ഒക്കെയാണല്ലോ. തീർച്ചയായിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് വേണ്ടി ആ ആഖിറത്തില് ആ മഹ്ശറയില് അള്ളാഹുവിന്റെ മുന്നില് കരഞ്ഞുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയുന്ന ഒരുപാടധികം നിമിഷങ്ങളുണ്ട്. തീർച്ചയായിട്ടും ചുട്ടു പൊള്ളുന്ന ആ ഒരു ചാൺ അകലത്തിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് വിയർത്ത് നമ്മളൊക്കെ ഉരുകി ഇല്ലാതാകുന്ന സമയത്ത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ കരമുയർത്തുന്നുണ്ട്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ധൃതിപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ആ നരകത്തിന്റെ ഭയാനകതയിൽ നിന്നും പിന്നെ ഹഷറിന്റെ, അതായത് മഹ്ശറയിലുള്ള മറ്റ് കഠിനപരമായിട്ടുള്ള ഓരോ രംഗങ്ങളിൽ നിന്നും സൂര്യന്റെ ആ ചൂടിൽ നിന്നുമൊക്കെ തീർച്ചയായിട്ടും നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ നമുക്ക് ഒരാശ്രയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ഹബീബായ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചെല്ലുക, ഹബീബായ തങ്ങളുടെ മേലുള്ള മദതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നാൽ തീർച്ചയായിട്ടും വലിയ മാറ്റം നമുക്ക് ഈ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. ആഖിറത്തിൽ നല്ലൊരു മുതൽക്കൂട്ടാവുകയും ചെയ്യും എന്തായാലും. കാരണം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള എന്തും നമ്മൾ ചെയ്യുന്നതൊക്കെ തീർച്ചയായിട്ടും തട്ടിക്കളയാത്ത, പരാജയം സംഭവിക്കാത്ത ഒരു അമൽ തന്നെയായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ. നമുക്ക് അടുത്തൊരു മധുവുമായിട്ട് തീർച്ചയായിട്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.